ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഒത്തിരി നാളുകൾക്ക് ശേഷം വീണ്ടും ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും കാണണം. ഇന്ന് ഞാനൊരു മുട്ട റോസ്റ്റ് ആണ് ചെയ്തത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്, പുഴുങ്ങി ചെറുതായിട്ട് വരഞ്ഞു വെച്ചതാണ്. പിന്നെ സവാള, ഒരു 3 സവാള ചെറുതായി അരിഞ്ഞതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അത് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കടുക്, ഉപ്പ്, ആവശ്യത്തിന് എണ്ണയും. ഇനി നമുക്ക് അടുപ്പ് ഓണാക്കി ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് എടുത്ത് വെച്ച കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടട്ടെ. ഇപ്പം നമ്മുടെ കടുക് ഇവിടെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ച് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എടുത്ത് വെച്ച പൊടികൾ ഓരോന്നായിട്ട് തീ കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി. ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒത്തിരി വേണ്ട. ഇത് ചാറുകറിയല്ല. അപ്പൊ നമുക്കിത് മുട്ട റോസ്റ്റ് പോലെ. അപ്പൊ ഇനി മുട്ട ഇട്ട് കൊടുക്കാം. മുറിച്ചിങ്ങനെ വിട്ടേക്കുന്നതാണ്. 4 സൈഡിലും ഓരോ വര വെച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അതൊന്ന് പിടിക്കണം. അപ്പം നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിക്ക്, അപ്പത്തിന്, പൊറോട്ടയ്ക്ക് കൂട്ടി കഴിക്കാവുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം.